എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിന് ഭക്ഷണം കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആകെ വിഷമമാണ്, കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവളും അവിടെ ഭക്ഷണം കഴിക്കുമായിരിക്കുമോ? ഭക്ഷണം കഴിക്കുമ്പോഴും അവൾക്ക് വിഷമമായിരിക്കും. കാരണം എന്നും എനിക്ക് വിളമ്പി തന്നിട്ടാണ് അവൾ കഴിക്കുന്നത്. അതുകൊണ്ട് സങ്കടപ്പെട്ട് കഴിക്കാതിരിക്കുമോ എന്നൊക്കെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. അന്നേരം അവിടെയുള്ള ദാമുവേട്ടൻ ആദർശിനോട് പറയും, എന്താ മോൻ കഴിക്കാതിരിക്കുന്നത്, കഴിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അവിടുന്ന് ദേവയാനി ചേച്ചിയും അതുപോലെ അമ്മയൊക്കെ വിളിക്കാറുണ്ട്, നയനമ്മയോടും വിളിക്കാറുണ്ട്. അപ്പം അവരൊക്കെ ചോദിക്കും ഭക്ഷണം കഴിച്ചോ എന്ന്. അപ്പോൾ എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയും. എന്നിട്ട് ഞാൻ കഴിച്ചോളാം ദാമുവേട്ടാന്ന് പറയും. അതുപോലെ കഴിക്കുന്നില്ലേന്ന് ദാമുവേട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ദാമുവേട്ടൻ പറയും, ഞാൻ പിന്നെ കഴിച്ചോളാം, ഞാൻ 2 മണിക്ക് കഴിക്കാറുള്ളൂ ഭക്ഷണം, അതെൻ്റെ ഒരു ശീലമാണ്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളല്ലേ സാറ് ഭക്ഷണം കഴിക്കുക എന്ന് പറയും. അങ്ങനെ ആദർശ ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് റൂമിൽ വന്നു കഴിയുമ്പോൾ നയനെ വിളിക്കും. എന്നിട്ട് വിഷമത്തോട് ചോദിക്കുവാണ്, ആദർശേട്ടൻ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന്. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു, നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു എന്നിങ്ങനെ വിഷമത്തോടെയാണ് പറയുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, പിന്നെയും നീ നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എൻ്റെ കൂടെ കല്യാണിയും കിരണും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പം അവരുടെ കൂടെ ഞാനും കൂടെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടത്തില്ല, അതുകൊണ്ട് നീ വന്നാൽ ശരിയാകിയല്ല, നിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടല്ലേ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഫോം വയ്ക്കുക. പിന്നീട് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ എന്നും ഗുളികയൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരുന്ന നയനയാണ്. ഇന്ന് മരുന്നും എടുത്തു കൊടുത്തിട്ടില്ല, ആ ഭാഗത്തോട്ട് പോലും പോയിട്ടില്ല. മുത്തശ്ശൻ തന്നെ മരുന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വന്നെ. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഗുളിക എടുത്തു തരാനൊക്കെ മറന്നുപോയോ എന്ന്. അന്നേരം അയ്യോ, അത് നയനമോളല്ലേ എടുത്ത് തരാറുള്ളത് എന്ന് ചോദിക്കുമ്പം എല്ലാവരും മറന്നു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഞാനല്ലേ വില്ലൻ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് അങ്ങോട്ട് ദേവയാനി വന്നെ. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് മാറി, അച്ഛൻ വിജയിച്ചവരെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അവൻ ജ്വല്ലറിയിലെ MD ആയി സ്ഥാനമേറ്റിട്ട് ഏകദേശം 5 വർഷക്കാലമേ ആകുന്നുള്ളൂ. അന്ന് തൊട്ട് അവൻ ചോര നീരാക്കി കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ഇന്ന് അവനൊരു അബദ്ധം പറ്റിയപ്പോൾ അവനെ ഇതുപോലെ തഴയേണ്ട കാര്യമില്ലായിരുന്നു, അവനെ നിഷ്കരണം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അവനെടുത്ത തീരുമാനം ശരിയാണ് എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ അതുമായിട്ട് മുന്നോട്ട് പോകട്ടെ, അവന് വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. അന്നേരം ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി പറയുവാണ്, നയനമോള് പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്താണ് നല്ല രുചിയോടുകൂടി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ഇരിക്കേണ്ടത്, പക്ഷേ ഈ വീട്ടിൽ അങ്ങനെ സാധിക്കുമോ, അച്ഛൻ എന്താ അവളെപ്പറ്റി ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, കുറേ കഴിയുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, അതിന് ഭക്ഷണം വാരി കൊടുക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക്, അതുപോലെ നീ നിൻ്റെ മരുമകൾക്ക് ഭക്ഷണം അങ്ങ് വാരി കൊടുക്കുക, അന്നേരം പ്രശ്നമില്ലല്ലോ എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, അച്ഛൻ എന്നെ ഇങ്ങനെ മാറിപ്പോയേ എന്ന് പിന്നെയും ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയും ഇങ്ങനെ തന്നെയല്ലായിരുന്നോ, നീ എനിക്ക് നേരത്തെ നിൻ്റെ മരുമകളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതിനുശേഷം നീ മാറുമല്ലേ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അച്ഛനൊരു കാര്യം മറന്നു പോകരുത്, ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ നയനമോളാണ്, അവളുടെ കരൾ കൊണ്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുക, നിനക്ക് കരൾ കിട്ടിയ പോലെ ഒരു ഹാർട്ട് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ സംഘടിപ്പിച്ച് വെച്ചു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയവും തകരാറിലാകും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അവിടെ നിന്ന് പറയുക, നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ടോ, ഈ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം, എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന്. അന്തേക്കും ദേവയാനി ചാടി തുള്ളി അങ്ങ് പോവാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാകിയല്ല, ഇവിടെ എല്ലാവർക്കും വിജയിച്ചവരെ മാത്രം മതി, ഇതുപോലെ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകും. പോയി കഴിയുമ്പം പിന്നെയും മുത്തശ്ശനോട് ചോദിക്കുവാണ്, ആദർശിനെ ഒന്ന് തിരിച്ച് വിളിക്കാൻ മേലെയെന്ന്. അത്തേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, പ്രായപൂർത്തിയായവനാണ്, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനുള്ള പ്രായവുമുണ്ട്, അങ്ങനെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ തിരിച്ചു കയറി വന്നോളൂ, എന്നെക്കൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല, അതല്ല മൂർത്തിയുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ 2 ചീത്ത പറയും കേട്ടോ. മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കിരണിനെയും കല്യാണിയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡേവിഡുമായിട്ട് നിന്ന് ഒരു സെൽഫി എടുത്തായിരുന്നല്ലോ, അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡേവിഡ് ദുബായിലാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്, അവിടെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയതാണ്, അതിനുശേഷമാണ് മുംബൈയിലേക്കും കേരളത്തിലേക്കും ഒക്കെ അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ആദർശ് ഡേവിഡിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചായിരുന്നു, പക്ഷേ അങ്ങേർക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരേണ്ട ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഇതിനു മുമ്പ് ഗോൾഡ് ബിസിനസ് ചെയ്തിരുന്ന ആളുമല്ല എന്നൊക്കെ ആദർശ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇയാളുടെ പുറകിൽ വേറെ ആരെങ്കിലും കാണും എന്നൊരു ഉറപ്പിലേക്ക് എത്തുവാണ് ആദർശ്. അന്നേരം കിരൺ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഏതായാലും ഞങ്ങൾ AN ജ്വല്ലറി കടന്ന് കയറിയിട്ടുണ്ടല്ലോ, എങ്ങനെയെങ്കിലും അവിടുത്തെ ആ വർക്ക് തീരുന്നതിന് മുമ്പ് ആ കമ്പനിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കും, നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്രീന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ്
ഡിസ്കസ് ചെയ്തിട്ട് അവരങ്ങ് പോവും. പിന്നെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു ഗ്രീനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റബിളിന് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ചെങ്ങന്നൂരുകാരിയാണ്, മലയാളിയാണ്, അതുകൊണ്ടൊന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയണം, AN ജ്വല്ലറിയുമായിട്ട് ഇവൾക്കുള്ള ബന്ധത്തെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ ആ പോലീസുകാരനോട് പറയുന്നുണ്ട്. എല്ലാം ചെയ്തേക്കാം എന്ന് നോക്കാമെന്ന് പറയുന്നു. അതുപോലെ നന്ദു അയാളോട് പറയുന്നുണ്ട്, ഇവിടുന്ന് ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുംബൈയിൽ നിന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി ഞാൻ മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നന്ദു മുംബൈ പോലീസിൽ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നാഗേന്ദ്രനെ അറിയുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം മുംബൈ പോലീസിനെയാണ് ആദ്യം ഇവർ കീശയിലാക്കിയത്. അതുകൊണ്ട് അവിടെ എന്ത് അന്വേഷണം നടത്തിയാലും അത് അന്നേരം ഇങ്ങനെ അറിയും. അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അവൾ കുറച്ച് ആൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ പുള്ളിയൊന്നും അല്ല അവൾ. എൻ്റെ മകനെ അനന്തപുരിയിൽ കയറി അടിച്ച് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി അവിടെ ഇട്ടും അവനെ ഉപദ്രവിച്ചു. ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതിനൊക്കെ തിരിച്ച് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങ് താങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ വെയിറ്റ് ചെയ്യുവാണ്. മര്യാദയ്ക്കിരുന്നാൽ അവൾക്ക് കൊള്ളാം. അല്ലാതെ ഇവിടെ ഇരട്ടച്ചങ്കന്മാരെ ആണുങ്ങൾ ഇറങ്ങി കളിച്ചിട്ട് എൻ്റെ അടുത്ത് വിജയിക്കുന്നില്ല. പിന്നെയല്ല അവൾ മര്യാദയ്ക്കിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവളുടെ ജീവിതം മാത്രമല്ല കരിയറും ജോലിയും സകലതും ഞാൻ നശിപ്പിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആദർശ് MD സ്ഥാനം രാജിവെച്ച കാര്യം ഡേവിഡ് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ MD സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് എനിക്കറിയില്ലായിരുന്നു. മൂർത്തി കൊച്ചുമകനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തടയുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പം ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറമാണ് സംഭവിച്ചത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയാണ് അനന്തപുരി തകരാൻ പോകുന്നത്. ഇനി ആ സ്ഥാനത്തേക്ക്, ആദർശിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് അനിയായിരിക്കും. പക്ഷെ അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ചേട്ടൻ്റെ തണലിൽ മാത്രം വളർന്ന ഒരുത്തനാണ്. അതുകൊണ്ട് അവനെ വലിയ കാര്യമായിട്ട് നമ്മൾ പേടിക്കണ്ട. പക്ഷേ ആദർശിനെ ഇനിയും നമ്മൾ സൂക്ഷിക്കണം. അവിടെ തലനരച്ചിരിക്കുന്ന മൂർത്തിക്ക് അപ്പുറം തലയുള്ളവനാണ് ആദർശ്. അവൻ ഇനി പൊങ്ങി വരാൻ നമ്മൾ സമ്മതിക്കരുത്. അതുകൊണ്ട് അവൻ്റെ മേലൊരു കണ്ണ് വേണം. അവൻ ഉള്ളതാണ് അനന്തപുരിയുടെ ഒരു ബലം. അവനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ. അങ്ങനെ ഭയങ്കര കട്ടക്കലിപ്പിൽ നിൽക്കുവാണ് നാഗേന്ദ്രൻ. മൊത്തത്തിൽ അങ്ങ് തീർത്ത് കളയും, അടിവേര് അങ്ങേര് കണ്ടിക്കും എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അതുപോലെ അങ്ങേര് പറയുന്നുണ്ട്, നവ്യയാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. ശരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് വാല്യൂ കിട്ടുന്നത് മൂർത്തി ജ്വല്ലറിയിലെ മരുമകളാണ് AN ജ്വല്ലറിയുടെ മോഡൽ എന്ന ആ ഒരു പരസ്യവാചകത്തിനാണ്. അത് വെച്ച് നമ്മൾ നന്നായിട്ട് കളിക്കും. പിന്നെ അവിടെ നമുക്ക് അനന്തപുരിയിൽ നമുക്ക് ചാരപ്പണി ചെയ്യാനായിട്ട് അവന്തികയും അഭിയും ഒക്കെ ഉണ്ട്. കൂടെ നവ്യ ഇരിക്കട്ടെ. അവൾ അനന്തപുരിയിലേക്ക് കള്ളത്തരത്തിലൂടെയാണ് കടന്നു കയറിയത് എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് അവളെ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അവളെ ഒരു കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് കളയാനുള്ളതാണ് എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നവ്യയ്ക്കുള്ള പണിയും അങ്ങേര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അനീതിയുടെ നന്മയുടെ ഫലമായിട്ട് നവ്യയ്ക്ക് കിട്ടിയ പണിയാണത്. അതേതായാലും നവ്യ ഏറ്റുവാങ്ങുമല്ലാതെ ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ടെൻഷനൊക്കെ കാരണമാകാം ശ്വാസമുട്ടൽ വരുന്നുണ്ട്. ബാഗ് എടുത്ത് നോക്കുമ്പോൾ ബാഗിൻ്റെ അകത്ത് ഇൻഹേലർ ഇല്ല. ആകെ ടെൻഷനോട് കൂടി നെഞ്ചിൽ കയ്യും വെച്ചിരിക്കുന്ന ആദർശിനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് നമ്മുടെ നയനയുടെ സ്വപ്നമാവാം. കാരണം ടെൻഷനാണല്ലോ നയനയ്ക്ക്, ആദർശന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത്. അതുകൊണ്ട് സ്വപ്നം കാണുന്നതും ആയിരിക്കാം. ഏതായാലും അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.